ശ്രീ അനിൽ വിളയിൽ നമുക്കറിയാമല്ലോ, ഈ സ്വർണ്ണ കവർച്ച കേസ് പുറത്തേക്ക് വരുന്ന സമയത്തൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്ന ചോദ്യത്തിന് തനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. എന്നാൽ ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത് ഈ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾക്കെല്ലാം ചുക്കാൻ പിടിച്ച വ്യക്തി, അല്ലെങ്കിൽ ഇവർ തമ്മിൽ കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നത് സംബന്ധിച്ചൊരു നിഗമനത്തിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിയതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങ് എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? ഈ ശബരിമലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ചർച്ച തുടങ്ങിയ കാലം തൊട്ട് തന്നെ പറയുന്നതാണ്. ദേവസ്വം ബോർഡ് മന്ത്രിമാരുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങളുടെയൊക്കെ ആനുപാതികമല്ലാത്ത സ്വത്ത് വളർച്ചയെപ്പറ്റി ഇദ്ദേഹം കടകംപള്ളി സുരേന്ദ്രനൊക്കെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ജോലിയെന്നും എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്വത്ത് എന്നും തിരുവനന്തപുരത്തെ പൊതുസമൂഹത്തിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ നിന്നും ഓണറേറിയം അല്ലെങ്കിൽ സാധാരണ ഒരു MLA-ക്ക് കിട്ടുന്ന വരുമാനം അല്ലെ മന്ത്രിക്ക് കിട്ടുന്ന വരുമാനം മാത്രം ഉപയോഗിച്ചാണോ അദ്ദേഹത്തിന്റെ ഈ സാമ്പത്തിക വളർച്ച എന്നുള്ളതിനെ പറ്റി കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ആരോപണം വന്നപ്പോൾ തന്നെ എനിക്ക് അറിയത്തില്ലേ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊക്കെ ചോദിച്ച ഈ വ്യക്തിയാണ് ഇന്ന് രമേശ് ചെന്നിത്തലയുടെ കാലി പിടിക്കാൻ ഓടി നടക്കുന്നത് എന്നുള്ളതാണ് ഒരു കൗതുകം. ഇതൊക്കെ അയ്യപ്പസ്വാമി ഓരോരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ ദിവസം പ്രതി പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രശാന്തും ഇതേപോലെ തന്നെ പറഞ്ഞിരുന്ന വ്യക്തിയാണ്. ഇതൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള, അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കനപ്പിക്കേണ്ട കാര്യമൊന്നും ഇയാൾക്കില്ലല്ലോ. അതിനകത്ത് തിരിച്ചൊരു നേട്ടമുണ്ടാകണം. അത് സമ്പത്തിന്റെ പണത്തിന്റെ രൂപത്തിലായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവിഹിതമായ രീതിയിൽ സ്വത്ത് സമ്പാദനം നടത്തിയതാണെന്ന് വെച്ചാൽ അഴിമതി കാണിച്ചുകൊണ്ടുണ്ടാക്കിയ പണമാണ് ഇവരൊക്കെ തന്നെ. പ്രശാന്ത് ആയിക്കൊള്ളട്ടെ, അദ്ദേഹം ഒരു ദിവസം UDF-ന്റെ KPCC-യുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് നിന്നയാള്, നിയമസഭയിലേക്ക് മത്സരിക്കുകയും ചെയ്ത ആള്, തൊട്ടടുത്ത ദിവസം എന്ത് കാരണത്താലാണ് CPM-നോട് കൂട്ടുചേർന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് നിപ്പിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയത്? ഇതൊക്കെ പ്രത്യേകമായ ഡീലിങ്സിന്റെ ഭാഗമാണ്. ഈ ഡീലിങ്സ് ഒക്കെ ഫൈനാൻഷ്യൽ ഡീലിങ്സ് തന്നെയാണ്. ഇത് ഈ കടകംപള്ളി സുരേന്ദ്രനിൽ മാത്രമായിരിക്കില്ല ഈ പണം എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് മുകളിലേക്കുള്ള ചില കാരണഭൂതന്മാരിലേക്കും ഈ പണം എത്തിച്ചിട്ടുണ്ടാകാം. അതേപോലെ തന്നെ കാരണഭൂതന്മാരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലും ഈ പണം എത്തിയിട്ടുണ്ടാകാം. അതൊക്കെ കൃത്യമായി അന്വേഷിക്കുകയാണ് എന്നുണ്ട് എങ്കിൽ ഇപ്പോൾ മോളൊക്കെ പെട്ടുകിടക്കുന്ന പോലെ അച്ഛനും പെടാനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വേണം. അതുപോലെ ബന്ധപ്പെട്ട സംസ്ഥാനത്തിന് വെളിയിൽ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഏർപ്പാടുകൾ നടന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് കേരളത്തിലെ SIT-ക്കൊന്നും മാത്രം ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അത് കേരളത്തിന് വെളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ED അല്ലെങ്കിൽ CBI പോലുള്ള ഏജൻസികൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേരുകൾ കണ്ടെത്താൻ സാധിക്കും. അവിടെ നിന്ന് അന്വേഷണം ആരംഭിച്ചാൽ ആ മരത്തിന്റെ മുകളറ്റവും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പ്രതികരിച്ചത്.